മോർണിംഗ് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. നമ്മളിന്ന് അൽഖുദ്ര സൈക്കിൾ ട്രാക്കിലല്ലേ. ഇവിടെ ട്രക്കിൻ്റെ സ്റ്റോറൊക്കെ ഉണ്ട്. സൂര്യൻ അവിടെ ഉദിച്ചുണ്ട്. ഇതാണ് ഇവിടുത്തെ ട്രക്കിൻ്റെ സ്റ്റോർ. ഇതാണ് ഇവിടുത്തെ അൽഖുദ്ര എന്ന് പറയുന്ന സൈക്കിൾ ട്രാക്ക്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലൊരു 50 കിലോമീറ്ററിൻ്റെ ഒരു ലാപ്പുള്ള ട്രാക്കാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ലാപ്പ് ഇതാണ്. ഇവിടെ ടോട്ടൽ 3 പാർട്ടായിട്ടുണ്ട്. ആ 3 ഏരിയയും കൂടി കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ടോട്ടൽ 90 കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ചിന്തിച്ച് നോക്കണം, നാട്ടിൽ നിന്നൊരു 90 കിലോമീറ്റർ റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ ഒന്നെങ്കിൽ കോഴിക്കോട് നിന്ന് വയനാട്ടിൽ പോകണം, അതല്ലെങ്കിൽ മലപ്പുറം പോകണം. ഇവിടെ സിമ്പിളായിട്ട് ഒന്നും പേടിക്കാതെ, ഒരു വണ്ടിയും പേടിക്കാതെ നമുക്ക് 90 കിലോമീറ്റർ റൈഡ് ചെയ്യാം. ഇതൊക്കെയാണ് ഗൈസ് വേണ്ടത് ആസ് എ സൈക്ലിസ്റ്റ് എന്ന നിലയിൽ വേണ്ട നമ്മുടെ ബേസിക് നീഡ്സ്. ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഇത്രയേ ഉള്ളൂ. ഒരു 50-60 കിലോമീറ്റർ ട്രാക്ക്. നമുക്ക് അപ്പുറത്ത് ഹൈവേ പോകുന്നുണ്ട്, അതിൽ വണ്ടി കാര്യങ്ങൾ പോകുന്നതാണ്. ഇത് സൈക്ലിസ്റ്റൊക്കെ ആയിട്ടുള്ള ട്രാക്ക്, വേറൊരു മനുഷ്യക്കുട്ടികളല്ല. അല്ലേ ബസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോകുന്ന ട്രാക്ക്. അവിടെ സ്പീഡിലാണ് ട്രാക്ക്, ഒന്നും പറയാനില്ല. നമ്മൾ ഇന്നലെ രാത്രി കാണാൻ വന്ന ഒറിക്സ് അടുത്തേക്ക് വരില്ല, അതവരെ പ്രശ്നം. മാനല്ല ആടുമല്ല, ശങ്കരീനും. ഇവിടേക്ക് 2 സൈഡും ഫുള്ള് ഡെസേർട്ട് തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമ്പാണ് ആനസിപ്പം കയറിക്കൊണ്ട് വരുന്നത്. ചെറിയ ഡൗൺ ഹില്ലുണ്ട്, ചെറിയ ക്ലൈമ്പുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. ഇതിപ്പം കുറേ വന്നു കഴിഞ്ഞാൽ ഏകദേശം 10 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ഒരു റെസ്റ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. ആ ഒരു ഏരിയ ഫിനിഷ് ചെയ്തു, ഡെസേർട്ട് ഏരിയ. ഇപ്പോൾ നമുക്ക് 50 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ അതിൻ്റെ അടുത്തൊരു പാർട്ടിലേക്ക് ജസ്റ്റ് എൻ്റർ ആയതാണ്. ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആട്ടോ. ഇവിടെ ഫുള്ളൊരു ഗ്രീനറി സെറ്റപ്പാണ്. ഒരു അണ്ടർപാസ് കൂടെ വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഇതാണ് നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ സെറ്റപ്പ്. അനുവിൻ്റെ കാറ് നമ്മളെ സ്വന്തം യാർഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷനാക്കി മാറ്റിയതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. 50 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.